സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. രാജ്യം മാറുകയാണ്. ചെങ്കോലുമായാണ് നയപ്രഖ്യാപനത്തിനെത്തിയ രാഷ്ട്രപതിയെ ഇന്ന് വരവേറ്റത്. നയപ്രഖ്യാപന പ്രസംഗത്തിലെ നേട്ടങ്ങളായി രാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ചതിൽ അയോധ്യയിലെ രാമക്ഷേത്രവുമുണ്ട്. മുത്തലാഖ് നടപ്പാക്കിയതും കശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞതും മറ്റു നേട്ടങ്ങളായി അവതരിപ്പിച്ചു. ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയാകാമെന്ന കോടതി ഉത്തരവ് ഇന്നെത്തിയതും യാദൃശ്ചികമല്ല. ഇതിനിടയ്ക്കാണ് കേന്ദ്ര നയങ്ങളെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ മാത്രമേ ഉള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷം ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിൽ നിന്നും ഒളിച്ചോടുകയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത്. സംഘപരിവാർ പരിശ്രമിക്കുന്നത് ആരുടേതാണ് പ്രതിരോധം? ചർച്ചയിൽ CPM MLA കെ പ്രേംകുമാർ, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സണ്ണിക്കുട്ടി എബ്രഹാം, BJP-യിൽ നിന്ന് സന്ദീപ് വാര്യർ, മാധ്യമപ്രവർത്തകൻ VS സനോജ് എന്നിവരാണ്. ആദ്യം ശ്രീ പ്രേംകുമാർ, ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ദീർഘമായ പ്രതികരണം. ഇന്ന് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രം ഉദ്ദേശിച്ചാണോ അതോ രാജ്യത്തിലെ മുഴുവൻ കോൺഗ്രസിനെയും ഉദ്ദേശിച്ചാണോ? പൊതുവിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ട നിലയിൽ ഇടപെടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. കേരളത്തിൽ വിശേഷിച്ചും അത് പ്രകടവുമാണ്. രാജ്യത്താകെ ഇപ്പോൾ ഇന്ന് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പാർലമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ത്യയുടെ രാഷ്ട്രപതി നടത്തിയത് എന്ന് നാം കാണുകയുണ്ടായി. ജനാധിപത്യത്തിൽ ചെങ്കോലിന് സ്ഥാനമില്ല. അത് രാജഭരണത്തിൻ്റെ സൂചനയാണ്. രാജാധികാരത്തിൻ്റെ സൂചന പ്രജയും രാജാവും എന്ന മട്ടിൽ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയെ തന്നെ ചോർത്തിക്കളയുന്ന നിലയിലേക്ക് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള RSS നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ NDA ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആ നിലയിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസ്സിന് എന്നത് വളരെ ഗൗരവപ്പെട്ട ആലോചനയാണ്. എന്നാൽ രാജ്യത്ത് പൊതുവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് നമുക്ക് കാണാനാകും. കേരളത്തിലെ കോൺഗ്രസ് രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഭീഷണികളെ അല്ല അവർ പ്രാധാന്യം. നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ നേതാവും UDF-ലെ അംഗങ്ങളുമൊന്നും പൊതുവിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രമേയത്തെ പ്രതികൂലിച്ചാണ് സംസാരിച്ചതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കുന്നതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് യോജിച്ച ഒരു സമരത്തിന്, കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന്, കേരളത്തെ തകർക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനോ അതിന് വേറെ പങ്കെടുക്കാനോ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറൽ തത്വങ്ങൾ, മതനിരപേക്ഷത, ജനാധിപത്യം എന്നിവയെല്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ അർഹതപ്പെട്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കാതെ വരുമ്പോൾ രാഷ്ട്രീയമായ വിവേചനത്തിന് ഒരായുധമായി BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം സുപ്രധാനമായ ഘട്ടങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷം, UDF പൊതുവിൽ അതിന് അത്തരത്തിലുള്ള ഒരു ഗൗരവത്തോടു കൂടി കണ്ട് രാജ്യം നേരിടുന്ന പ്രശ്നത്തിന് ഏത് നിലയിലാണ് അത് പരിഹരിക്കേണ്ടത്, അതിന് നേതൃത്വം നൽകേണ്ടത് എന്നതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഹിമാചലിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏക കോൺഗ്രസ് സംസ്ഥാനമാണല്ലോ ഹിമാചലിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ക്ഷണിച്ചാലും ഇല്ലെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാനാകും. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ തുടങ്ങിയ ഫെഡറൽ മൂല്യങ്ങൾ തകർക്കുന്ന ഒട്ടേറെ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പൊതുവിൽ കോൺഗ്രസിന് കഴിയുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ ശത്രുവായി കണ്ട് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഊന്നൽ നൽകുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക എന്നതിന് നേതൃത്വം സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കരുത്, നേരെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണോ?
അങ്ങനെയല്ല, കേന്ദ്രത്തിനെതിരെ മാത്രമേ പറയാൻ പാടൂ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കേന്ദ്രത്തിനെതിരെയല്ല, സംസ്ഥാനത്തിനെതിരെ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രശ്നം. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സംസ്ഥാനത്തിനെതിരെ പറയണം, അതല്ലേ പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ആ ധർമ്മം നിറവേറ്റുമ്പോഴാണ് നിങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാനില്ലേ എന്ന ചോദ്യം വരുന്നത്. പറയട്ടെ. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ ഏതൊക്കെ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു? ഓരോ ദിവസവും ആ മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മുമ്പ് രാഷ്ട്രപതിയുടെ വരവ്, ഏത് രൂപത്തിലായിരുന്നു രാഷ്ട്രപതിയെ സ്വീകരിച്ചത് എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ ജയ് ശ്രീറാം വിളി മുഴങ്ങുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന പ്രതികരണത്തിന് ശേഷം ജയറാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാം മാറ്റങ്ങളാണ്. ഇനി ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. ആ മാറ്റത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ആവർത്തിച്ചുയരുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ അത് മുഖ്യമന്ത്രി ആവർത്തിച്ചെന്ന് സഭയിൽ ചോദിച്ചിരിക്കുന്നു. ഇവിടെ പ്രതിപക്ഷം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്ന പ്രതിപക്ഷമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, മാറ്റങ്ങൾ എന്നല്ല പറയേണ്ടത്, നമ്മൾ പുരാണകാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനു മുമ്പായിട്ട് ഞാൻ CPM-ന്റെ MLA പ്രേംകുമാർ ഇവിടെ പ്രതിപക്ഷം എന്തുകൊണ്ട് പ്രേംകുമാർ പ്രതിപക്ഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിന്, സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ നടത്താൻ പോകുന്ന സമരത്തിൽ പങ്കാളികളാവാതിരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചു കണ്ടു. ഇതുതന്നെയാണ് ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. അതായത്, നിങ്ങളാരും ഞങ്ങളെ വിമർശിക്കണ്ട, നല്ല നല്ല ആശയങ്ങൾ വരട്ടെ, വിമർശനം ഇനി സമ്മതിച്ചു തരില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് അതിനുശേഷം അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായത്. ഇത് രണ്ടും ഏതാണ്ട് ഒരേ സ്ട്രീമിലുള്ള, ഒരേ ധാരയിലുള്ള ചിന്തകളാണ്. അതായത്, പ്രതിപക്ഷമാവട്ടെ എതിർക്കുന്നവരാകട്ടെ അവരാരും എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ ഇനി ഉയർത്താൻ പാടില്ല. അവർ സർക്കാരുകളെ അംഗീകരിച്ചുകൊണ്ടല്ലേ, സർക്കാരുകളെ പിന്താങ്ങിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ, അതാണ് പാർലമെൻറ്റിൽ ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ അംഗങ്ങളെ ചെറിയ കാരണങ്ങളുടെ പേരിൽ, നിസ്സാര കാരണങ്ങൾ പേരിൽ സഭയിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക. പണ്ടൊക്കെ സസ്പെൻഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ ആ ദിവസത്തേക്കാണ്, അല്ലെങ്കിൽ ആ ഒരാഴ്ചത്തേക്കാണ്. ഇതങ്ങനെയല്ല. ആ സമ്മേളനകാലം മുഴുവൻ, കഴിഞ്ഞ തവണയുണ്ടായ സമ്മേളനകാലമല്ല, ഏതാണ്ട് സഭയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കുന്ന തരത്തിലുള്ള പുറത്താക്കലുകളുണ്ടാകുന്നു. അപ്പോൾ എതിർപ്പിൻ്റെയോ അല്ലെ വിമത സ്വരങ്ങളോ ഒന്നും കേൾക്കാൻ സംസ്ഥാനത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ട് സമരം നടത്താൻ പോകുന്നു, ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് സമരം നടത്താൻ പോകുന്നു. സമരമെന്നൊക്കെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരുന്നു കേട്ടോ, ഞാനതിനെ എതിർക്കുന്നില്ല. പിന്നീട് കേട്ടത്, നമ്മൾ അറിഞ്ഞത് അതൊരു ഒരു സമരമല്ല, അത് കേരള ഹൗസിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് നമുക്ക് ആ 1.5-2 കോടി രൂപയുടെ ബസ് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്നോവ കാറുകളിലായിരിക്കാം എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നു. ജനറൽ മന്ദിരം ഒരു മീറ്റിംഗ് കൂടുന്നു, സമ്മേളനം കൂടുന്നു. മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരൊക്കെ വന്നൊരു സമ്മേളനം കൂടി നമ്മൾ ഫെഡറലിസത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കാൻ പോകുന്നു. സമരമില്ല. സമരമുണ്ടെന്ന് പറയുന്നത് ഗോവിന്ദൻ മാഷ അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നടപടിയെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച് അത് സമരമാണോ, അതോ പ്രതിഷേധ പ്രകടനമാണോ, അതോ അതൊരു അഭ്യർത്ഥനയാണോ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ മാറുന്നു. പണ്ട് തന്നെ ഇതുപോലെയുള്ള ആർഭാടത്തോടെയുള്ള ഒരു വരവ് രാഷ്ട്രപതിയുടെ ഒരു സെറിമോണിയലാണ്. ഒരു പരേഡായിട്ടാണ്. ചിലപ്പോൾ കുതിരയെ കെട്ടിയ വണ്ടിയിലാണ് വരിക, ചിലപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതുപോലുള്ള വാഹനത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം ഒരു ചെങ്കോൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ ചെങ്കോലിന് ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് ചരിത്രം തമിഴ്നാട്ടിൽ ചില കഥകളൊക്കെ പറഞ്ഞെങ്കിൽ ആ കഥകളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പ്രേംകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. ഇത് അധികാരത്തിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളമാണ്. അതായത്, ഇവിടെ ഞങ്ങൾ കുറേ യജമാനന്മാർ ഇരിക്കുന്നു, ഞങ്ങൾ ഈ സർക്കാരിനെ നയിക്കുന്ന യജമാനന്മാർ. ഇത് ഞങ്ങളുടെ അധികാരത്തിൻ്റെ ദണ്ഡാണ്. ഈ ദണ്ഡിന് ധാരാളം അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ അധികാര ദണ്ഡിൻ്റെ കീഴിലായിരിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കും എന്ന് പറയുന്ന ഒരു ഇതാണ്. വാസ്തവത്തിൽ ഇന്ന്
ശ്രീമതി രാഷ്ട്രപതിയുടെ മുമ്പിൽ ഒരു ഭരണഘടനയുടെ കോപ്പിയുമായിട്ട് ഒരാൾ നടന്നു വന്നിരുന്നെങ്കിൽ അത് എത്ര അർത്ഥവത്തായിരുന്നേനെയും. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം അമൃത മഹോത്സവം എന്ന വലിയ സർക്കാർ ആഘോഷിക്കുമ്പോൾ ഒരു ഭരണഘടനയുടെ ഒരു പ്രതിയുമായി കോപ്പിയുമായി ആ വ്യക്തി നടന്നു വന്നിരുന്നെങ്കിൽ ഈ ദണ്ഡിന് പകരം അതായിരുന്നുവെങ്കിൽ എത്രയോ അർത്ഥവത്താകുമായിരുന്നു. പിന്നീട് പള്ളിയുടെ കാര്യം പറയുന്നു, റാം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ജയ് ശ്രീയും പറയുന്നു. അതിലൊന്നും ഞാൻ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല. കാരണം അത് ഇന്ന് ഏറ്റവും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നത് രാമജന്മഭൂമി നിർമ്മാണമാണ്. അതാണ് ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയെങ്കിൽ, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും വലിയ നേട്ടമെങ്കിൽ അത് നടന്നിരിക്കുന്നു. അവരതിൽ സന്തോഷിക്കട്ടെ. പിന്നെ ഇത് രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കുഴയ്ക്കുക, മതവും രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് വരുത്തുക, പിന്നെ ദൈവഭാവം അണിയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഞാനാണ് ഇനി ദൈവമാണ്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മുഴുവൻ ആചാര്യൻ വിശ്വഗുരുവാണ് എന്നൊക്കെ ഭാവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമാണ് ഈ മുദ്രാവാക്യം വിളികൾ. ജയ് ശ്രീമാ എന്ന് വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർ താങ്കൾ ഈ പറഞ്ഞ കാര്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ ഈ പറഞ്ഞ കാര്യം ഖാർഗെയും പറഞ്ഞതാണ്, ദൈവമാകാൻ ശ്രമിക്കുന്നു മോദി എന്നുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് ഈ വിഷയത്തിൽ വ്യത്യസ്തമായൊരു സമീപനമുണ്ടോ? ഇതിൽ ആര് മുന്നേറുന്നു എന്നതിലാണോ കോൺഗ്രസിന് പ്രശ്നം എന്നുള്ളതാണ് സംശയം. കാരണം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ, അസമിലെ ക്ഷേത്രത്തിൽ പോകാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, കാവിക്കൊടിയെയും ചുവന്ന കൊടിയെയും ഒരേ രൂപത്തിൽ വിമർശിക്കുക, അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ കാണുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം. ഇന്നിപ്പോൾ താങ്കൾ പ്രതികരിക്കുമ്പോഴും രണ്ട് സർക്കാരുകളും ഒരുപോലെ എന്ന മട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഇടത് സർക്കാരിന്റെ വിമർശനം വരുന്നത്. അല്ല സ്മൃതി, ഞാൻ ഖാർഗെയുടെ വാക്കുകൾ കേട്ടില്ല കേട്ടോ. ഞാൻ ഖാർഗെയുടെ വാക്കുകൾ ആവർത്തിച്ചു എന്ന് ദയവ് ചെയ്ത് പറയുന്നത്. ഞാൻ എൻ്റെ ഇല്ലില്ല, അത് കുഴപ്പമുണ്ട്. കാരണം ഞാൻ ഖാർഗെയുടെ വാക്കുകൾ ഞാൻ സത്യമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം ആയിക്കോട്ടെ. ഞാൻ ഈ എല്ലാ ദിവസവും ഇങ്ങനെ മുഴുവൻ ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഖാർഗെയുടെ പ്രസ്താവന ഞാൻ കേട്ടില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടു, രാഷ്ട്രപതി സംസാരിച്ചത് കേട്ടു, ഖാർഗെയുടെ കേട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ആവർത്തിച്ചതല്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതായിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഞാൻ പറയാൻ ആളല്ല. ഞാൻ കോൺഗ്രസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിൻ്റെ 3-4 രൂപ കൊടുത്തെടുക്കുന്ന ഒരു മെമ്പർഷിപ്പ് പോലുള്ള ഒരാളല്ല. പിന്നെ എനിക്കതിന് അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാം. കോൺഗ്രസ് പോലൊരു പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ നമുക്കറിയാം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഏതാണ്. അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്താണ് തകരാറ്? നിങ്ങൾ രാഹുൽ ഗാന്ധി പിന്നെ അസമിലൊരു ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായതിലെന്താണ് പ്രശ്നം? പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി ആ ക്ഷേത്രത്തിൽ പോകുന്നതിനെ തടയുന്നത്? ആർക്കാണ് ഒരു ക്ഷേത്രത്തിൽ പോകാൻ അവകാശമില്ലാത്തത്? കേരളം ഒഴിച്ച് ഇപ്പം പഴനിയിൽ അങ്ങനെ വന്നു എന്ന് കേട്ടു, അഹിന്ദുക്കൾ കടക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുന്നതിൽ അത് വേറൊരു വിഷയമാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. അതേ ദിവസം, ആ പ്രാണപ്രതിഷ്ഠാ ദിവസം മറ്റൊരു ക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ട് എന്ന തോന്നൽ കോൺഗ്രസ് വരുന്നിടത്താണ് എവിടെയാണ് വ്യത്യാസം എന്ന ചോദ്യം വരുന്നത്. അതാണ് നിങ്ങൾ കോൺഗ്രസിനെ അവിടെയും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ആ ദിവസം അദ്ദേഹം ആ സ്ഥലത്തൂടെ കടന്നു പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു. ആ ഒരു അസമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും വലിയ സംഭാവന ചെയ്തൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണത്. അവിടെ പോകുന്നതിന് എന്താ തകരാറ്? ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോകുന്നതിന് എന്താ തകരാറ്? ഞാൻ കുർബാന കൈക്കൊള്ളുന്നതിന് എന്താണ് തകരാറ്? പക്ഷേ അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നിടത്താണ്, ക്രൈസ്തവ രാഷ്ട്രീയമാണ് എൻ്റേത് എന്ന് പറയുന്നിടത്താണ് ഞാൻ വ്യത്യസ്തനാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ശരിയല്ലാതാവുന്നത്. ഇന്ത്യയിലെ ഏതൊരു ഹൈന്ദവനും അതാണ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് പോകുന്നതിന് എന്താ തകരാറ്? അവിടെ ശ്രീരാമക്ഷേത്രമുണ്ടായി. ആ ക്ഷേത്രത്തെ ഞാനൊരു ഹിന്ദു ക്ഷേത്രമായിട്ട് കാണുന്നില്ല സ്വാമി. അത് RSSൻ്റെയും BJPയുടെയും ക്ഷേത്രമാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ മോദിജി അവിടെ പ്രധാന ആചാര്യനായി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രധാന ആളായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ കോൺഗ്രസ്സുകാർ ക്ഷേത്രത്തിൽ പോകരുത്, കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രത്തിൽ പോകരുത്. ഞങ്ങളാണ് ഇനി പിന്നെ എന്താണ് മതനിരപേക്ഷതയുടെ പിന്നെ ഇത്. ഇപ്പം ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇന്നലെ എന്താണ് ഇവിടെ തീർന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്തുവാ തീരുമാനിച്ചത്? ബംഗാളിലും കേരളം ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ CPM ഉണ്ടോ അവിടെയൊക്കെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാനാണ്.
ബംഗാളിൽ പോലും പല സീറ്റുകളിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഇവിടെ 20 സീറ്റുകൾ ഉണ്ടാവില്ല. പക്ഷേ അവിടെ ബംഗാളിൽ പല സീറ്റുകളിൽ അവർ ഒന്നിച്ച് നിൽക്കാൻ പോവാ. അവിടുത്തെ ജോഡോ യാത്രയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തത് CPM ആണ്. അതൊന്നും മനസ്സിലാക്കാതെ തിരുവനന്തപുരത്തെ ഈ ഇട്ടാവട്ടത്തിലിരുന്നു കൊണ്ട് കോൺഗ്രസിനെ കുറേ ചീത്ത പറയുന്നത് കൊണ്ട് മതനിരപേക്ഷ സംരക്ഷിക്കാൻ പറ്റത്തില്ല, BJPയെ ചെറുക്കാനും പറ്റില്ല. ആ രാഷ്ട്രീയം CPM മനസ്സിലാക്കട്ടെ. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കും, ഇന്ന് പാർലമെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളും താങ്കൾ കണ്ടിരിക്കും. ചെങ്കോലുമായുള്ള സ്വീകരണം ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ഇനി ചോദിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നു, അതിന്റെ ഓരോ സൂചനകൾ ഓരോ ദിവസവും നൽകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ദീർഘമായിട്ട് പ്രേംകുമാറും അതുപോലെ തന്നെ സണ്ണിക്കുട്ടി എബ്രഹാമും സംസാരിച്ചു കഴിഞ്ഞു. CPMന്റെ കാര്യങ്ങൾ ശ്രീ പ്രേംകുമാറും അതുപോലെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സണ്ണിക്കുട്ടി എബ്രഹാമും ആ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തടസ്സപ്പെടുത്തിയാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. ഇവിടെ ഈ ചോദ്യത്തിന് വാസ്തവത്തിൽ പ്രസക്തിയില്ല. കാരണം ചെങ്കോലുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നിങ്ങളുടേതടക്കമുള്ള മാധ്യമങ്ങളിൽ പാർലമെന്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ കാലാകാലങ്ങളിൽ നൽകിയതാണ്. എനിക്ക് തോന്നുന്നത് പല ആളുകളും അതിനെ നിയമപരമായി പോലും നേരിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അവരെല്ലാം അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ചെങ്കോലുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം നമ്മുടെ രാജ്യത്തിനുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് C. രാജഗോപാലാചാര്യയോട് മൗണ്ട് ബാറ്റനും നെഹ്റുവും ചേർന്ന് ആവശ്യപ്പെടുകയാണ്. ഈ അധികാര കൈമാറ്റം അതിനൊരു സിംബോളിക് ആയിരിക്കണം. അങ്ങനെ സിംബോളിക് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അതിനെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ C. രാജഗോപാലാചാരി നിർദ്ദേശിക്കുകയാണ് ചോള രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള ചെങ്കോൽ കൈമാറിക്കൊണ്ടാവാം എന്ന് പറയുകയും അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആചാര്യന്മാർ വന്ന് ഈ ചെങ്കോൽ ആഗസ്റ്റ് മാസം 14-ാം തീയതി 47 നെഹ്റുവിന് കൈമാറുന്ന ചടങ്ങ് നടന്നു. അതിന്റെ ചിത്രങ്ങളടക്കം ലഭ്യമാണ്. ഇതെല്ലാം ലഭ്യമായിട്ടും ഇപ്പൊ പറയുകയാണ് ചെങ്കോൽ എന്ന് പറയുന്നത് എന്നിട്ട് ആ ചെങ്കോൽ എവിടെയായിരുന്നു കൂടി പറഞ്ഞോളൂ പറയാണ്. ശ്രീ സന്ദീപ്, സാരാനാഥിന്റെ അശോകസ്തംഭം എന്നിട്ട് ആ ചെങ്കോൽ എവിടെയായിരുന്നു? അല്ല, നെഹ്റു എവിടേക്കാണ് ചെങ്കോൽ വെച്ചത്? അല്ല, ഞാൻ പറയാം. സാരാനാഥിൽ അശോകസ്തംഭം പോലെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ പ്രതീകം പോലെ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ പ്രതീകം പോലെ, പാരമ്പര്യത്തിന്റെ പ്രതീകം പോലെ കാണേണ്ട ഒരു കാര്യമാണ്. അതിന് ഇത്രയും കാലം അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല, അതിന് റെസ്പെക്ട് കിട്ടിയില്ല. ആ റെസ്പെക്ട് തീരുമാനിക്കേണ്ടത് നെഹ്റു ആണെന്ന് ഞാൻ കരുതുന്നില്ല. നെഹ്റു അങ്ങനെ പല പോരായ്മകളുമുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നെഹ്റു എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ചരിത്രത്തിന്റെ, നമ്മുടെ പഴമയുടെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ മഹനീയതയെ അളക്കാൻ കഴിയില്ല. നെഹ്റു അല്ല അതിന്റെ അളവുകോൽ. അതുകൊണ്ട് ചെങ്കോൽ അന്ന് നടന്ന ചടങ്ങിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരിച്ച് ആ ചെങ്കോൽ പാർലമെന്റിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്തമായിരുന്നു ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ, തമിഴ്നാട്ടിലെ ഒരു ചടങ്ങ്, ചോള രാജാക്കന്മാരുടെ പാരമ്പര്യമായിട്ടുള്ള ചടങ്ങ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ കൊണ്ടുപോയി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ട? വലിയൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്? തമിഴ്നാടിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യ ചടങ്ങിനെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യല്ലേ വേണ്ടത്. അതിനെ എന്തിനാണ് അപമാനിക്കുന്നത്? നിങ്ങൾ തമിഴന്മാരെ മൊത്തം അപമാനിക്കുന്ന പോലെയല്ലേ, തമിഴ്നാടിനെ അപമാനിക്കുന്ന പോലെയല്ലേ, തമിഴ് സംസ്കാരത്തെ അല്ലേ വാസ്തവത്തിൽ അവഹേളിക്കുന്നത്? ചെങ്കോൽ രാജാവും അധികാരവും, രാജാവും ചെങ്കോലും അതൊന്നും അല്ലല്ലോ. ഇവിടെ ജനാധിപത്യ സംവിധാനമാണല്ലോ. അപ്പോൾ ഒരു രാജാവാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ബാക്കിയെല്ലാവരും പ്രജകളാണ് എന്നതുമുള്ള തോന്നൽ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചെങ്കോലുമായുള്ള നിങ്ങളുടെ വിശദീകരണം ഇത് തന്നെയാണ് എന്നുള്ള കാര്യം അറിയാം. താങ്കൾ പറഞ്ഞോളൂ. സർക്കാർ നടപ്പാക്കിയതാണ് രാമക്ഷേത്രം, അല്ലേ? രാമക്ഷേത്ര പ്രതിഷ്ഠ സർക്കാരിന്റെ നേട്ടമായിട്ടാണ് ഇന്ന് രാഷ്ട്രപതി വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ, 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നത്? സത്യപ്രതിജ്ഞ ചെയ്തൊന്നുമായിട്ട് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായിട്ടാണല്ലോ. അപ്പോൾ രാജാവായിട്ടല്ലല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് നടന്ന ചടങ്ങ് അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങായിരുന്നു. ആ പ്രതീകാത്മകമായ ചടങ്ങ് രാജ്യത്തിന്റെ തമിഴ് പാരമ്പര്യത്തെ ആദരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ആ തമിഴ് പാരമ്പര്യത്തെയാണ് ഞങ്ങൾ വീണ്ടും ആദരിച്ചിട്ടുള്ളത്. അതിലൊരു തെറ്റുമില്ല. ഇനി നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രത്യേക ഘട്ടത്തിൽ തമിഴ് പാരമ്പര്യത്തെ എന്താ പറയാ ആദരിക്കാനൊക്കെ തോന്നുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളതും മനസ്സിലാക്കാവുന്നതാണ്. താങ്കൾ വിശദീകരിച്ചോളൂ.
അല്ല, അതിന്റെ സമയമൊക്കെ നിങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നല്ലേ നടപ്പാക്കാൻ പറ്റും? അതെ. ഞങ്ങൾ അധികാരത്തിലപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇ ഡി വിളിപ്പിക്കാൻ ഒരു പ്രത്യേക സമയമുണ്ട്. ഇ ഡി വിളിപ്പിക്കാൻ ഒരു പ്രത്യേക സമയമുണ്ട് അല്ലേ? മുന്നണിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഒരു പ്രത്യേക സമയമുണ്ട്. അത് നടപ്പാക്കുകയാണ്. അത് നിങ്ങൾ നികേഷ് കുമാറോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ഇ ഡി ഏത് സമയത്താണ് വിളിപ്പിക്കാന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്രീ സന്ദീപ് വാര്യർ കുറച്ചുകൂടി മാന്യമായ ചർച്ചയിൽ പങ്കെടുക്കണം. താങ്കൾ കുറച്ച് മാറി എന്നാണ് ഞാൻ വിചാരിച്ചത്. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരിക. താങ്കൾ കുറച്ച് മാന്യമായ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്കൾ അല്പം മാറി എന്നാണ് വിചാരിച്ചത്, പക്ഷേ താങ്കൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. ഞാൻ മാന്യത വിട്ട് എന്താ പറഞ്ഞത്? അതെന്താ എന്റെ പഴയതൊക്കെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്താ എന്റെ സ്വഭാവത്തെ, എന്റെ വ്യക്തിപരമായി എന്താ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? വ്യക്തിപരമായിട്ടല്ല, ചർച്ചയിൽ താങ്കൾ എടുക്കാറുള്ള രീതിയെ കുറിച്ചാണ് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്. ചർച്ചയിൽ താങ്കൾ നിലവിട്ട് പെരുമാറിയിട്ടുണ്ട് മുൻപ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇവിടെ മാന്യമായ ഒരു ചർച്ച നടക്കുമ്പോൾ താങ്കൾ വേറെ രൂപത്തിലേക്ക് അത് കൊണ്ടുപോകരുത്. ഒരു തവണയാണ്. അല്ല സ്മൃതി, വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാൻ നിൽക്കരുത്. ഞാൻ ഈ വിഷയത്തിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ഇ ഡി വിളിച്ചവരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് എന്നെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. ആ മറുപടി ഞാൻ പറയുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നത്? രണ്ടുപേരോട് സണ്ണിക്കുട്ടി എബ്രഹാമും സന്ദീപ് ചർച്ചയാണല്ലോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇല്ല ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ചർച്ചയിൽ സംശയങ്ങൾ ചോദിക്കുക. താങ്കൾ പറഞ്ഞ ശേഷമല്ലല്ലോ. സന്ദീപ് ഇന്നോ ഇന്നലെയല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. സന്ദീപ് ഇന്നോ ഇന്നലെയല്ലല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. സന്ദീപ് അല്ലേ? ഇപ്പോൾ പറയുന്നതിൽ ഇടയ്ക്കുള്ള ഒരു അഭിപ്രായത്തിൽ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ അതിനിടയ്ക്കാണല്ലോ ചോദിക്കുക. സ്മൃതി, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. അല്ല, ഇത് ചോദിക്കലല്ല ഉണ്ടായത്. ഒരു മിനിറ്റ് സ്മൃതി, ഒരു മിനിറ്റ്. സ്മൃതി റിപ്പോർട്ടിൽ വന്നപ്പോൾ കുറച്ച് മാറി എന്നാണ് ഞാനും കരുതിയിരുന്നത്. അങ്ങനെയല്ല എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം പറയട്ടെ, എന്നോട് വ്യക്തിവിരോധം ഇപ്പോഴും സൂക്ഷിക്കുന്നു. പലപ്പോഴും പുറത്തുള്ള ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തടക്കം എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സന്ദീപ് ആവശ്യമില്ലാത്തതിലേക്ക് കടക്കണ്ട. ചർച്ചയ്ക്കിടയിൽ നടന്ന കാര്യങ്ങളല്ലാതെ എനിക്ക് സന്ദീപിനോട് വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. വ്യക്തിപരമായി ഞാൻ വിളിക്കാറുമില്ല. നമ്മൾ ചർച്ചയിൽ എല്ലാവരും സംസാരിച്ചിട്ടുമില്ല. സന്ദീപ് അതവിടെ നിർത്തിക്കോളൂ. ബാക്കി ചർച്ചയിലേക്ക് കടന്നോളൂ. അല്ല ഞാനും സ്മൃതിയും തമ്മിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേവരെ ചർച്ചയിൽ മോശമായി പെരുമാറിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ സ്മൃതിയും തമ്മിൽ ഒരു ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. താങ്കൾ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്ദീപ്, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കണമെന്നില്ല. നമുക്ക് ഇതിലേക്ക് വരാം. ചർച്ചയിൽ എന്നോട് മോശമായി പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. താങ്കൾക്ക് ഓർമ്മയില്ലായിരിക്കും. അല്ല, ഞാൻ താങ്കളോട് ഒരു ചർച്ചയിലും സന്ദീപ് ഈ വിഷയത്തിലേക്ക് വരൂ. സന്ദീപ് വിഷയത്തിലേക്ക് വരൂ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല അതെ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അത് അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ട് സ്മൃതിയാണ്. ഞാൻ എന്തായാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റത്തെ ആദരവോട് കൂടിയിട്ട് മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞോട്ടെ. അങ്ങനെയെങ്കിൽ വിഷയത്തിലേക്ക് വരും. നാരീശക്തിയാണല്ലോ നിങ്ങളുടെ മന്ത്രം. നാരീശക്തിയാണല്ലോ നിങ്ങളുടെ മന്ത്രം. അപ്പോൾ അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കും. അല്ല, തീർച്ചയായിട്ടും. എന്തിനാണ് സ്മൃതിക്ക് വേവലാതിയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ രണ്ടുപേരും പറഞ്ഞ സമയത്ത് സ്മൃതി ഇൻപുട്ടാണ് കൊടുത്തത്. എന്നെ ഇന്ററപ്റ്റ് ചെയ്യണം. അതാണ് മാറ്റം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. എന്നോട് ചോദ്യമല്ല ചോദിക്കുന്നത്. എന്നോട് ചോദ്യം ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. പക്ഷേ അതിനിടയിൽ സ്റ്റേറ്റ്മെന്റുകൾ സ്മൃതിയുടേതായിട്ട് പറയുന്ന സമയത്താണ് പ്രശ്നമുള്ളത്. എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ്മെന്റുകളായിട്ട് മാറരുത്. നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ വിഷയങ്ങളിൽ, ഈ സെങ്കോൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അധികാരം, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ സർക്കാരിരിക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ സർക്കാരിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി കിട്ടിയിട്ടുണ്ട്. അതിനാരുടെയും തിട്ടൂർ ആവശ്യമില്ല. അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അവിടെ പ്രധാനമന്ത്രി പോയതുമായി ബന്ധപ്പെട്ടും അതിനെ ഒരു ഹിന്ദു ക്ഷേത്രമായി പോലും കണക്കാക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ അതിലുള്ള അധികാരം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ശ്രീരാമക്ഷേത്രത്തെ ഒരു ഹിന്ദുക്കളുടെ വികാരമായി രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചതാണ്. കോടിക്കണക്കിന് ഭക്തരവിടെ പോകുന്നു. ആ ഭക്തരുടെ വികാരത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് അതൊരു ഹിന്ദു ക്ഷേത്രമല്ല എന്നൊക്കെ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് വാസ്തവത്തിൽ ആ വിശ്വാസികൾ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പറയുന്നത് ശരിയാണോ? സർക്കാരിന്റെ നേട്ടമാണോ? അതെങ്ങനെയാണ് സർക്കാരിന്റെ നേട്ടമാവുക എന്ന് താങ്കൾ പറയും? സ്വാഭാവികമായിട്ടും അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കോടതി വിധി വന്നതിന് ശേഷം അവിടെ വളരെ വേഗത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കുകയും സർക്കാരിൽ അർപ്പിതമായ കാര്യങ്ങൾ ചെയ്യുകയും
അതിനുശേഷം അയോധ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പുതിയ എയർപോർട്ടും അതുപോലെ തന്നെ പുതിയ റെയിൽവേ സ്റ്റേഷനും അടക്കമുള്ള ആധുനികവൽക്കരണം കൊണ്ടുവന്നതും അയോധ്യയെ ലോകത്തിലെ തന്നെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള തരത്തിൽ അയോധ്യയെ പരിവർത്തനപ്പെടുത്തുകയും ശ്രീരാമ ഭഗവാന് ഉചിതമായ രീതിയിൽ ആദരിക്കുന്ന വിധത്തിൽ തന്നെ അയോധ്യയെ ഒരു മഹാനഗരമാക്കി മാറ്റാനുമുള്ള പരിശ്രമം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അയോധ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഈ രാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ താങ്കൾ ഈ കോടതി വിധി ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ, കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ പള്ളി നിർമ്മാണം വേണമെന്നാണല്ലോ കോടതി ഉത്തരവ്. അതിലൊരു വേഗം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അവിടുത്തെ കാര്യത്തിൽ എന്ത് പരിശോധന അവിടെ നടക്കുന്നുണ്ടോ? അവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള കാര്യങ്ങൾ എവിടെ വരെ എത്തി? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം, ഒരു വാചകം ഉണ്ടായിട്ടുണ്ടോ പ്രധാനമന്ത്രിയിൽ നിന്ന്? കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് 2 ട്രസ്റ്റുകൾ രൂപീകരിക്കാനാണ്. ഒന്ന്, മുസ്ലിം വിഭാഗത്തിന് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കുക, ഹിന്ദു വിഭാഗത്തിനും അതുപോലെ തന്നെ. ആ 2 കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് അവരുടെ സ്ഥലം അവർ കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഹിന്ദു വിഭാഗം പൂർണ്ണമായും വിശ്വാസികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പണം വെച്ചുകൊണ്ടാണ് അവിടെ ക്ഷേത്രം പണിത്. അവിടെ സർക്കാരിന്റെ റോള് ആ ട്രസ്റ്റ് രൂപീകരിച്ചോടെ കഴിഞ്ഞു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിലും സർക്കാരിന്റെ റോള് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഥലം അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ പള്ളി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളുടെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, കേരളത്തിലെ മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ പോയിട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത് സ്വാഗതാർഹമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നായിരിക്കും അവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടങ്ങിയ ഒരു സമുച്ചയം ഉണ്ടാവുമെന്ന് കേൾക്കുന്നു. വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അത് കണ്ടില്ല എന്ന് നിങ്ങൾ നടിക്കുന്നത് എങ്ങനെയാ? ഒന്നത്. 2, അദ്ദേഹം പറഞ്ഞെന്താ, ഇവിടെ ഇന്ന് ഭരണഘടന കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും MP-മാരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ തോതിൽ ജനാധിപത്യത്തെക്കുറിച്ച് വികാരാധീനായി. സണ്ണിക്കുട്ടി എബ്രഹാമിന് ഓർമ്മയുണ്ടോ? ഈ രാജ്യത്ത് പ്രതിപക്ഷം മുഴുവൻ ജയിലിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത്. ആ പാർലമെന്റിനകത്ത് കയറി നിന്ന് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിനെ, പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിൽ ഒരാൾ പോലും ഇല്ലാതെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഈ പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ, ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലായിരുന്നില്ലേ? അങ്ങനെ ഭരണഘടനയെ കൊല്ലാക്കൊല ചെയ്തായിരുന്നില്ലേ നിങ്ങൾ? ഇന്ന് നിങ്ങൾ ശ്രീരാമന് ജയ് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. 92 ഡിസംബർ മാസം 6-ാം തീയതി ഉത്തർപ്രദേശിൽ നടന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിന്റെ പേരിൽ ഞങ്ങളുടെ 5 സർക്കാരുകളെ പിരിച്ചുവിട്ടത് എന്തിനാണ്? രാജസ്ഥാനിലെ BJP സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? മഹാരാഷ്ട്രയിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? അല്ലെങ്കിൽ മധ്യപ്രദേശിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഗുജറാത്തിലെ സർക്കാർ ചെയ്ത കുറ്റം എന്തായിരുന്നു? നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള BJP സർക്കാരുകളെ കൂടി പിരിച്ചുവിട്ടത്? ഉത്തർപ്രദേശ് സർക്കാരിനെ പിരിച്ചുവിട്ടത് മനസ്സിലാക്കാം, അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ നടന്നു. പകരം ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ട് BJP ജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ സർക്കാരുകളെയും ഒരൊറ്റ ഉത്തരവിലൂടെ പിരിച്ചുവിട്ട ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടി ചെയ്താരാ? അത് കോൺഗ്രസ് അല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾ എന്തിനാണ് ജനാധിപത്യത്തെ കുറിച്ച് വാചാലരാകുന്നത്? നിങ്ങൾക്ക് എന്ത് അർഹതയാണ് കാര്യത്തിലുള്ളത്? ഇന്ന് നോക്കൂ, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലും ആക്രമിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത്. BJP ആണോ? നിങ്ങളുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന ബംഗാളിലല്ലേ ആക്രമിക്കപ്പെടുന്നത്? അവിടെ മാൾഡ ഗസ്റ്റ് ഹൗസിൽ പോയി ഒന്ന് അന്തി ഉറങ്ങാൻ പോലും അനുവദിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ? സന്ദീപ്, ആക്രമിക്കപ്പെട്ടിട്ടില്ല. മാൾഡ ഗസ്റ്റ് ഹൗസിൽ പോയി ഒരു പായ വിരിച്ചുറങ്ങാനുള്ള സംവിധാനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ സഖ്യത്തിന്? മാൾഡ ഗസ്റ്റ് ഹൗസിൽ ഒരു പായ വിരിക്കാനുള്ള ഇല്ലല്ലോ. എന്ത് സഖ്യമാണ് നിങ്ങളുടേത്? ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത്, ഒരു സെക്കൻഡ്, ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് CPM-ന്റെ നേതൃത്വത്തിൽ, സർക്കാർ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്താൻ പോകുന്ന സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ ആരാണ് നന്നായി പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യമാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ നടപടികൾ കൂടി വിശദീകരിക്കേണ്ടി വരും സന്ദീപ്. അല്ലല്ല, അതിന് പകരം സ്മൃതി ഒരു സെക്കൻഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കുറിച്ച് ചർച്ച നടത്താൻ എന്ന് പറഞ്ഞ് വന്ന 2 പേർക്കും ആ മുഖ്യമന്ത്രി പ്രസ്താവനയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ മറ്റ് വിഷയങ്ങളിലേക്ക് പരന്ന് കഴിഞ്ഞ ഒരാഴ്ചയോ 15 ദിവസവുമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് അങ്ങനെ പാറി പറന്ന് ചർച്ച ചെയ്യാനുള്ള ചെങ്കോലുമായുള്ള സ്വീകരണം നൽകിയതല്ലേ? ഇന്നല്ലേ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നത്? ചർച്ചയുടെ വിഷയം അതല്ലല്ലോ പറഞ്ഞത്. ചർച്ചയുടെ വിഷയം, ഒരു മിനിറ്റ്, കേന്ദ്ര നയങ്ങളെ ആരാണ് നന്നായി പ്രതിരോധിക്കുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ ഇന്നത്തെ നടപടികൾ ചർച്ച ചെയ്യപ്പെടില്ലേ സന്ദീപ്? എങ്ങനെ വഴിതെറ്റുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ നടപടി? ഒരു വഴിതെറ്റലാണോ? കേന്ദ്രത്തിന്റെ നടപടി ഒരു വഴിതെറ്റലാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ സന്ദീപിന്? അല്ല, നിങ്ങൾ ചർച്ച ഒരു കുഴപ്പമില്ലെന്നേ. നിങ്ങൾ ഏത് വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരാനും മടിയില്ല. പക്ഷേ അങ്ങനെ ഒരു വര വരയ്ക്കുന്നില്ല. ഒരു മിനിറ്റ്, മുഖ്യമന്ത്രിയുടെ വാചകം എന്തായിരുന്നു? ഭരണാധികാരികൾ മതചടങ്ങിൽ പങ്കെടുക്കുന്നത്
ഭരണാധികാരികൾ മതചടങ്ങിൽ പങ്കെടുക്കുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യമാണ്. ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും ഉണ്ടാകും. ഏകീകൃത സിവിൽ കോഡിനുള്ള ശ്രമം നടക്കുന്നു. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പാർലമെന്റിൽ നടന്ന കാര്യങ്ങൾ പറയാതെ പോകണമെന്നാണ് താങ്കൾ പറയുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ ഷിബു മീരാനിലേക്ക് പോവുകയാണ്. ഷിബു മീരാൻ, കേന്ദ്രത്തിന്റെ നയങ്ങളെ, കേന്ദ്രത്തിന്റെ രീതികളെ ആരാണ് നന്നായി പ്രതിരോധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ എല്ലായിടത്തും ആധിപത്യം സ്ഥാപിക്കുകയാണല്ലോ ശ്രീ സന്ദീപ് വാര്യർ. വിഷയം പറഞ്ഞു. താങ്കൾക്ക് ഈ വിഷയം എവിടെയാണ് അതിന്റെ വര വരയ്ക്കുന്നത്? താങ്കളൊന്ന് പറയൂ. കേന്ദ്ര നയങ്ങളെ ഞാൻ ചോദിക്കൂ, അല്ലെ ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ. കേന്ദ്രത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം ഇന്ന് ചെയ്ത കാര്യം പറയില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് വിചാരിക്കുക? കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി പറയില്ല എന്ന് താങ്കൾ എങ്ങനെയാണ് വിചാരിക്കുക? അല്ല, എന്നോട് പറഞ്ഞ വിഷയം ഫെഡറലിസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സമരവുമായി സഹകരിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി പ്രസ്താവനയും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയവും ചർച്ച ചെയ്യാനാണ് എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ മറ്റു ചർച്ചകളിലേക്ക് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ജോർജ് കുര്യൻ ആണല്ലോ നമുക്ക് ഗസ്റ്റിനെ തരുന്നത്. സന്ദീപ് ഒന്ന് കേൾക്കൂ. നിങ്ങളെ ആരാണ് വരേണ്ടത്, ചർച്ചയ്ക്ക് വരേണ്ടത് നിശ്ചയിക്കുന്നത്? ജോർജ് കുര്യൻ ആണല്ലോ, അദ്ദേഹത്തിനാണല്ലോ അതിന്റെ ചുമതല. അദ്ദേഹത്തിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഗസ്റ്റ് കോർഡിനേറ്റർ പറയുന്നത്. അതിപ്പോൾ എനിക്ക് വിശ്വാസത്തിലെടുത്തേ പറ്റുകയുള്ളൂ. താങ്കൾക്ക് എന്തുകൊണ്ടാണ്, താങ്കൾ ഇപ്പോൾ വളരെ നന്നായി താങ്കളുടെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമയം കളയാൻ പറ്റില്ല. ഇനി ഷിബു മീരാനിലേക്ക് കൂടി പോട്ടെ, നമുക്ക് അതിഥികൾ കൂടുതലുണ്ട്. ശ്രീ ഷിബു മീരാൻ, കേന്ദ്രത്തിന്റെ നിലപാടുകളെ നന്നായി പ്രതിരോധിക്കാൻ ഇവിടെ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ന്യൂനപക്ഷ അവകാശം സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്നും ഉണ്ടാകും. പക്ഷേ ആ രൂപത്തിലല്ല പ്രതിപക്ഷം പ്രതികരിക്കുന്നത്. ഒന്നിച്ച് കേന്ദ്രത്തിനെതിരെ ഒന്ന് സമരം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണെന്ന് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്ന് പാർലമെന്റിലുണ്ടായ ദൃശ്യങ്ങളും കണ്ടതാണ്. അപ്പോൾ തലയ്ക്കുമീതെ വെള്ളം വന്നു കഴിഞ്ഞു. ഇവിടെ പ്രതിരോധിക്കാൻ ഒന്നിച്ചു ചേരാതെ മാറി മാറി നിന്ന് ഇവിടെ സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നതിനെയാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചത്. എന്താണ് സ്മൃതി? ഈ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു നരേഷനാണ്. ഏതെങ്കിലും നിലക്ക് ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ സംഘപരിവാറിനെ പിന്തുണക്കുന്നു എന്ന വാദം, ഒന്നുകിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഭീകരരോടൊപ്പം എന്ന് പണ്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ സംഘപരിവാറിനൊപ്പം എന്ന നരേഷൻ, അതിന്റെ ഒന്നും പുറകെ പോകാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വളരെ കൃത്യമാണ്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അജണ്ടകൾക്കെതിരായ നിലപാടുകൾ, വിമർശനങ്ങൾ, ബോധ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് ഉന്നയിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദിയുണ്ട്. പക്ഷെ അതൊക്കെ നാട്ടുകാർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത്, ഞങ്ങൾ പറയുന്ന സമയത്ത്, ഞങ്ങൾ പറയുന്ന ഭാഷയിൽ സംസാരിക്കണം എന്ന് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണ് തീട്ടൂരം മറക്കാൻ കഴിയുക? ശ്രീ പ്രേംകുമാർ പിന്നീട് അല്ല, താങ്കൾ ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ടാണല്ലോ. സമരം അവിടെ നിൽക്കട്ടെ. അല്ലാതെ വരുന്ന പ്രതികരണങ്ങൾ, ശക്തമായ പ്രതികരണങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും സംസ്ഥാനത്ത് വന്ന പ്രതികരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഏത് വിഷയത്തിലാണ്? കേന്ദ്രത്തിനെതിരെ, കേന്ദ്ര നിലപാടിനെതിരെ, കേന്ദ്ര നയങ്ങൾക്കെതിരെ. കേന്ദ്രത്തിന്റെ ഏത് സമീപനങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ മൗനം പാലിച്ചത്? ഇവിടെ ഇപ്പോ താങ്കളും BJP-യുടെ പ്രതിയും സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷത്തിന്റെ വേദിയിൽ ചെന്നിരുന്ന് പറയണം എന്ന തീട്ടൂരം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കാതെ ഉള്ളൂ. BJP-ക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ചോദ്യങ്ങളുടെയൊക്കെ മർമ്മം കിടക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരമാണോ സമ്മേളനമാണോ എന്ന് ഇനിയും തീർപ്പാവാത്ത ഒരു പരിപാടി പ്രഖ്യാപിക്കുന്നു. അതിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി നിൽക്കുന്നത് UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഞങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണല്ലോ രണ്ട് മുന്നണികളായി കേരളത്തിൽ, രണ്ട് സംവിധാനങ്ങളായി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഈ കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ ഞങ്ങളുടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ അറിയിച്ചപ്പോ ഏത് രൂപത്തിലാണ് ഇവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു സമീപനം ഉണ്ടായി എന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് നവകേരള സദസ്സിൽ നടന്ന സമയത്ത് ദൃശ്യങ്ങൾ താങ്കളും കണ്ടതാണല്ലോ സ്മൃതി. ഇപ്പൊ നമ്മൾ ഗവർണറെ SFIക്കാർ കരിങ്കൊടി കാണിക്കുന്നു. അത് പുരോഗമനത്തിന്റെ കരിങ്കൊടിയാണ്. എന്നാൽ സമാനമായ രൂപത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കരിങ്കൊടി കാണിച്ചപ്പോ ആ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാർ വഴിവക്കിൽ ഒരു കടയുടെ തടയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന, കയ്യിൽ ഒരു കരിങ്കൽ ചീന പോലും ഇല്ലാതെ മുദ്രാവാക്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തലക്കടിക്ക് നമ്മൾ കണ്ടു. കേസെടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു.
പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. ആ കേസെടുത്തിട്ട് ആ ഉദ്യോഗസ്ഥന്മാർ പോലീസിന് മുൻപാകെ ഹാജരായിട്ടില്ല. ആ ഞങ്ങളുടെ ജനാധിപത്യപരമായി പ്രതിഷേധിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുടെ തലയടിച്ചു പൊട്ടിച്ച അംഗരക്ഷകന്മാർ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുമ്പോൾ നമുക്ക് സമരം ചെയ്യാം എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾക്കത് സ്വീകാര്യമാവുക? ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങൾക്കെതിരായ ഒരു ജനകീയ സമരം കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. പൗരത്വ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടെ നിന്നിട്ടില്ലേ? ഈ ഗവർണറുടെ വിഷയത്തിൽ പ്രതിപക്ഷം എന്ന നിലക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റ് അംഗീകരിക്കാത്ത, സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ UDF പ്രമേയം കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് എന്ത് സമീപനം സ്വീകരിച്ചത്? അന്ന് ഞങ്ങളുടെ കൂടെ ഇവർ നിന്നിട്ടുണ്ടോ? ഇപ്പൊ ആ ഗവർണർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്? അപ്പൊ ഇതിനെ നമ്മളങ്ങ് ഡിഫൈൻ ചെയ്യാം. CPM ഇതിനൊരു നിർവചനം കൊടുക്കുക. ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് വന്ന് ഞങ്ങൾ എഴുതരുന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂറ് തെളിയിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അതിന് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ്. ജനാധിപത്യത്തിന്റെ തുറസായ പൊതുവായ വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള നേരത്തെ പലപ്പോഴും കേരളം കാണിച്ചിട്ടുള്ള ആ മാതൃക ഇനിയും കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ തെരുവിൽ നിന്ന് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള, അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാനുള്ള, അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യാനുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്വാതന്ത്ര്യം വിശാലമായി അനുവദിച്ചു തരാനുള്ള മാനസികമായ ഒരു ഐന്നിത്യം, രാഷ്ട്രീയമായ ഒരു ഔന്നിത്യം ഇവർ കാണിക്കട്ടെ. അവിടെയാണ് സഹകരണം ആരംഭിക്കുന്നത്. നിങ്ങളുടെ സമരങ്ങളെ ഞങ്ങൾ ഏകപക്ഷീയമായി അടിച്ചമർത്തി പോകും, എന്നാൽ ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളണം, അല്ലെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ സ്മൃതി. ശരി, ശ്രീ VS സനോജ്, ആരുടേതാണ് ശക്തമായ പ്രതിരോധം? അല്ല, ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തോട് പദ്ധതി വിഹിതം സംബന്ധിച്ചും കേന്ദ്ര ഫണ്ടുകൾ സംബന്ധിച്ചുള്ള പല തർക്കങ്ങൾ, പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ബംഗാളിൽ തൃണമൂലിൻ്റെ സർക്കാർ, മമതാ ബാനർജി സർക്കാരിൻ്റെ അവർ ഫുഡ് സേഫ്റ്റി സെക്യൂരിറ്റി ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ലോഗോയും അതുപോലെ പ്രധാനമന്ത്രിയുടെ പടവും ചേർത്ത് വെച്ചുള്ള ഫ്ലെക്സ് നമ്മൾ ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻ പ്രൊക്യൂർ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള അത്തരം ഫണ്ടിന് വേണ്ടി കേന്ദ്രം നൽകുന്ന വിഹിതം വിത്ത്ഹെൽഡ് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചൊരു വാർത്ത. അതായത് ഇത് അവർ വെക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഫണ്ടിൽ 7000 കോടിയുടെ കേന്ദ്ര ഫണ്ട്, ഈ പറയുന്ന പ്രൊക്യൂർ ഫണ്ട് വിത്ത്ഹെൽഡ് ചെയ്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ടെലിഗ്രാഫോ വയറോ അല്ല റിപ്പോർട്ട് ചെയ്തത്, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ. വിത്ത്ഹെൽഡ് ചെയ്തു എന്നാണ്, അത് ക്യാൻസൽ ചെയ്തു എന്നല്ല. അപ്പം അതുപോലെ NHM മിഷനുമായി ബന്ധപ്പെട്ട ഫണ്ട്, NHM മിഷനുമായി ബന്ധപ്പെട്ട ഫണ്ടിൽ ഈ പറയുന്ന പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബ്രാൻഡിങ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അതായത് ഫോട്ടോ, അതുപോലെ കളർ, പെയിൻറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്ക് സർക്കാർ ഓഫീസുകളുടെയും മറ്റ് പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീമുകളുടെ എല്ലാം ഓഫീസുകളുടെ കളറുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ വരുന്നു. അപ്പോൾ NHM ഫണ്ട് എൻ്റെ കാര്യത്തിലും ഈ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നുണ്ട്. അപ്പം തമിഴ്നാട് സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലേത് മാത്രമല്ല, പക്ഷേ കേരളത്തിലെ ഒരു CPMൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് അത് മറ്റ് പാർട്ടികളാണെങ്കിലും CPM ആണെങ്കിൽ തന്നെയും അവതരിപ്പിക്കുന്നതും ശരിയല്ല. കാരണം ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഒഡീഷ സർക്കാരിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഗുജറാത്തിലെയും UPയിലെയും പോലും സർക്കാരുകൾക്ക് ഈ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതി വിഹിതങ്ങളുടെ കാര്യത്തിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. അതേസമയം മറ്റ് ചില ഫണ്ടുകൾ കൂടുതലായിട്ട് ഒരുപക്ഷെ അവരുടെ അതാത് ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്കുള്ള മറ്റ് പദ്ധതി വിഹിതങ്ങൾ കൂടുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ ഇതൊരു പൊതുവായ ഫെഡറൽ സംവിധാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആധിപത്യ സ്വഭാവത്തിൻ്റെയും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൂട്ടായിട്ടുള്ള പരിശ്രമം, കൂട്ടായിട്ടുള്ള ആര് തന്നെ കേന്ദ്രം ഭരിച്ചിട്ട് ഇത് ചെയ്താൽ തന്നെയും കൂട്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടലോ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ട്രയാങ്കിൾ ഫൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ആങ്സൈറ്റി കൊണ്ടോ എന്താണെന്നറിയില്ല. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും രാജ്യത്ത് ചർച്ച ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ദൗർഭാഗ്യവശാൽ അത് കേരളത്തിലെ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോകുന്ന അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്ക് അത് പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ദൗർഭാഗ്യവശാൽ കാണുന്നുമുണ്ട്.
അപ്പോൾ അതേസമയം അവരെ കൂടെ കുറച്ചുകൂടെ ഒരു സംയമനത്തോടെ കൂടെ കൂട്ടിക്കൊണ്ട് ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കേന്ദ്ര പദ്ധതികളുടെ ഇപ്പം കേരളത്തിൻ്റെ സംസ്ഥാന വിഹിതം പല പദ്ധതികൾക്കും സംസ്ഥാനത്തിൻ്റെ ഇത്ര ശതമാനം ഫണ്ടുണ്ട് എങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് പലപ്പോഴും കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവരുമായി ബന്ധപ്പെട്ടുള്ള ഹൈവേ ഡെവലപ്മെൻറ്റ് അതിൽ സംസ്ഥാനത്തിന് വിഹിതമുണ്ട്. അങ്ങനെ പല പദ്ധതികൾക്കും ഈ സാഹചര്യം ഉണ്ടെന്നിരിക്കെ പല പദ്ധതികളും നേരിട്ട് അവിടെ നിന്ന് വരുന്നതാണെന്നുള്ള തരത്തിലുള്ള രാഷ്ട്രീയ പ്രൊപ്പഗൻഡയും ഇലക്ഷൻ സ്റ്റണ്ടുകളും എല്ലാം ഒരേ സമയം നടക്കുമ്പോഴാണ് ഇത്തരം ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വസ്തുതാപരമായും വളരെ ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള ഈ ഫെഡറൽ സംവിധാനത്തെ പൊളിക്കുന്ന തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പാർട്ടികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മിണ്ടാതിരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സഭയിൽ പ്രധാനമായും ഇവിടുത്തെ പ്രതിപക്ഷമാണ്, ഇവിടുത്തെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കും. നിങ്ങൾ ഇപ്പോൾ ഇതാണോ പറയേണ്ടത് മറ്റതല്ലേ എന്ന രീതിയിൽ പറയുന്നത് അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല. അല്ല സ്വാഭാവികമായും അങ്ങനെയാണ്. പക്ഷേ പ്രയോറിറ്റി എന്താണ്? ഇപ്പം ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പ്രയോറിറ്റിയാണല്ലോ നമ്മളെടുക്കുന്ന നിലപാടുകളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ പ്രയോറിറ്റി നിശ്ചയിക്കേണ്ട തീരുമാനത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പല പദ്ധതി വിഹിതങ്ങൾ സംബന്ധിച്ചും പല ഫണ്ടുകൾ സംബന്ധിച്ചും അവർ നടപ്പാക്കിയ പല പദ്ധതികളെക്കുറിച്ച് ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അതിൽ തന്നെ വളരെ വസ്തുതാപരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക വ്യാഖ്യാനങ്ങൾ വന്നു എന്നുള്ളതാണ് അതിൻ്റെ ദൗർഭാഗ്യപരമായിട്ടുള്ളൊരു വശം. ശരി, ശ്രീ പ്രേംകുമാർ താങ്കൾക്ക് മറുപടി നൽകാം. നമുക്കിനി ആകെ 5 മിനിറ്റേ ഉള്ളൂ. ഞാൻ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വിവേചനത്തിനെതിരായി ഭരണഘടനയുടെ അനുച്ഛേദപ്രകാരം ഹർജി കൊടുക്കേണ്ട ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്യേണ്ടി വന്ന ഒരു ഇന്ത്യൻ അന്തരീക്ഷമാണ് ഇന്നുള്ളത് എന്ന് നാം കാണണം. അത്തരം ഒരു അന്തരീക്ഷത്തിൽ രാജ്യത്തെ ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ബാധ്യതയുള്ള പാർട്ടിയും മുന്നണിയുമാണ് കോൺഗ്രസും UDFും എന്ന അഭിപ്രായമാണുള്ളത്. അത് സ്വീകരിക്കുന്നില്ല കേരളത്തിലെ UDF എന്നതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അദ്ദേഹം മോദിയും പിണറായിയും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. ആ ശ്രമത്തോട് കൃത്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുണ്ടാവാം. ആ നിലപാട് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ആവട്ടെ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു, ഞാൻ BJP കേരളത്തിൽ KPCCയുടെ പ്രസിഡന്റ് പറയുകയാണ് ഗവർണർ RSSകാരെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്താണ് തകരാറ് എന്ന് ചോദിക്കുന്ന KPCCയുടെ പ്രസിഡന്റ്, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന KPCCയുടെ പ്രസിഡന്റ്. ഇതാണ് കേരളത്തിൽ വന്ന മാറ്റമെന്ന് നമുക്ക് തിരിച്ചറിയാനാകേണ്ടതുണ്ട്. പിന്നെ ഗോവിന്ദൻ മാഷ് എങ്ങനെ ക്ഷണിക്കുന്നതാണ്? ഗോവിന്ദൻ മാഷല്ല, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഡൽഹിയിൽ നടക്കുന്ന സമരത്തിലേക്ക് വിളിച്ചത്. സമരമാണ്, സമ്മേളനമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. സംഘടിപ്പിക്കുന്നവർക്കറിയില്ല ഇത് സമരമാണോ സമ്മേളനമാണോ. കേന്ദ്രത്തിനെതിരായ പ്രതിരോധത്തിൽ അവർ പങ്കാളികളാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവരത് നടപ്പാക്കുന്നുള്ളൂ എന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അവതരിപ്പിക്കാൻ കഴിയുക? നിങ്ങൾ മാത്രമാണ് പ്രതിരോധിക്കുന്നത് എന്നെങ്ങനെയാണ് വാശി പിടിക്കുക? അല്ല, സമയത്തിന്റെ കാര്യം ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചോ. മുഖ്യമന്ത്രി പറഞ്ഞത് സമരത്തിന്റെ തീയതിയോ സമരത്തിന്റെ സമയമോ ഒന്നും തീരുമാനിക്കുന്നതിന് മുമ്പ് LDFൽ ആലോചിക്കുന്നതിന് മുമ്പ് LDF യോഗം വിളിക്കുന്നതിന്റെ തലേ ദിവസമാണ് പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷ ഉപനേതാവുമായും കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നത്. ഒരു മിനിറ്റ് പ്രേംകുമാറിനോടാണ് ചോദ്യം. അതായത് അല്ല പ്രേമനോട് ചോദ്യം പറഞ്ഞോട്ടെ. അതായത് ശ്രീ പ്രേമൻ ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം പോയതിന്റെ കാര്യം പറഞ്ഞു. സുപ്രീം കോടതിയിൽ കേരളം കൊടുത്തിട്ടുള്ള പ്രയർ എന്താണ്? അതിൽ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമാണ്. നിങ്ങൾ ആ ഒരു വിഷയത്തിൽ മാത്രമല്ല 57,000 കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. സുപ്രീം കോടതി പല കാര്യങ്ങളും വിവേചനത്തിന്റെ ഭാഗമായി വന്ന അന്തരീക്ഷമാണ്. ഇനിയിപ്പോ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ കാര്യത്തോട് സൂചിപ്പിക്കാം.
ഇവിടെ അല്ല, അല്ല, പ്രേമൻ, നിങ്ങൾ 57,000 കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ടെങ്കിൽ 57,000 കോടി രൂപ ന്യായീകരണം നിങ്ങൾ കോടതി പറയേണ്ട. ഒന്ന്, 11-ാം തീയതി കോടതി ഇത് പരിഗണിക്കാനിരിക്കെ 8-ാം തീയതി സമരം നടത്തുന്നതിനാണ് നിങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ലേ? നിങ്ങൾക്ക് സുപ്രീം കോടതി വിശ്വാസമില്ലേ? തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന 11-ാം തീയതി കോടതി പരിഗണിക്കല്ലേ? രൂക്ഷമായ വിലക്കയറ്റം നേരിടുന്ന രാജ്യം ഇന്ത്യയാണ്. പിന്നെ അദ്ദേഹം പറയാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ചോള രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു. ചോള രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ 10 കൊല്ലമായി മോദി പ്രധാനമന്ത്രിയായിട്ട് ഇതുവരെ ഇവിടെ ചെങ്കോല് വന്നിട്ടില്ല. എന്തുകൊണ്ട് 9 കൊല്ലം മോദിക്ക് ചെങ്കോല് വേണ്ടി വന്നില്ല നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്ത്യയുടെ പ്രസിഡന്റുമാർക്ക്? ഇവിടെ AB വാജ്പേയി RSSന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ട LK അദ്വാനി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് AB വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് ചെങ്കോല് വന്നിട്ടില്ല. അന്ന് തമിഴ്നാടിനോടും ചോള രാജാക്കന്മാരോടുമുള്ള ആദരവും ബഹുമാനവും എന്തേ BJPക്ക് നഷ്ടപ്പെട്ടത്? അപ്പോ ഇത് കൃത്യമായ വ്യക്തമായ സൂചനയാണ്. രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ പരസ്യമായി ലംഘിക്കുക. ഗാന്ധിവധം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിവധം പഠിച്ചാൽ അതിന്റെ ഭാഗമായി RSS നിരോധിച്ചത് പഠിക്കേണ്ടി വരും. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിന്റെ അദ്ദേഹത്തിന്റെ സംഭാവന എടുത്തു കളയാണ്. പരിണാമ സിദ്ധാന്തം മാറ്റാണ്. ശാസ്ത്രവിരുദ്ധവും യുക്തിരഹിതവുമായ സമീപനം രാജ്യത്ത് വെച്ച് പുലർത്തുന്ന സംഘപരിവാർ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോകുമ്പോ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി പ്രതിരോധിക്കാൻ, ഫെഡറൽ മൂല്യങ്ങൾ കാക്കാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ സംസ്ഥാനമായ കേരളം മുന്നോട്ട് വെക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ സഹകരിക്കാവുന്ന, മറ്റത് പ്രതിപക്ഷം എതിർത്തോട്ടെ, വിയോജിക്കാവുന്ന കാര്യങ്ങൾ വിയോജിക്കട്ടെ. അപ്പോ ഇത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനല്ല എന്ന് കൃത്യമായ ബോധ്യമാണ്. ഈ ശ്രീരാമനെ ആദരിക്കാനും ആരാധിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമ്മുടെ രാജ്യത്തെ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് വ്യക്തിപരമായ അർത്ഥമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. അതിനെതിരായാണ് ശബ്ദിക്കുന്നത്. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ കേന്ദ്രത്തിനെതിരായ സമരം നിങ്ങൾ നടത്തുന്നത് കോടതിയിൽ ഒരു കാര്യം പരിഗണിക്കാനിരിക്കുകയാണല്ലോ. അതിനു മുമ്പ് എന്തിനാണ് സമരം എന്നുള്ളതാണ് ചോദ്യം. വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കോടതി വിശ്വാസമല്ലേ? സുപ്രീം കോടതി വിശ്വാസമല്ലേ? യഥാർത്ഥത്തിൽ ഇതാണ് BJP പ്രതിനിധി കാണിക്കുന്ന സ്വഭാവം. ഇത് BJPയുടെ പൊതു സ്വഭാവമാണ്. അനുവദിക്കപ്പെട്ട സമയത്ത് ഞാൻ പറയുന്നതിൽ നിങ്ങൾ പെശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സമയത്ത്, സന്ദീപിന് അനുവദിക്കപ്പെട്ട സമയത്ത് എന്തെങ്കിലും ഞാൻ പറയാമെന്നോ? എന്നോട് ചോദിച്ച ഒരു കാര്യത്തിന് എന്നെ ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കൂ. സമയം അവസാനിക്കാൻ പോവല്ലേ. നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തൊന്നും ഞാൻ ഒരു ഇന്ററപ്ഷനും വന്നിട്ടില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെതായ നിലയിൽ, എൻ്റെ നിലപാടല്ലല്ലോ താങ്കളുടെ നിലപാട്, അത് എനിക്കും താങ്കൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ. അത് പറയാൻ എന്നെ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത് വീണ്ടും സൂചിപ്പിക്കുന്നു. ഒരു സംസ്ഥാന ഗവൺമെന്റിന്, കേരളത്തിലെ ഗവൺമെന്റിന് ഇന്നേ വരെ 57-ൽ ആദ്യമായി കേരളത്തിൽ വന്ന ഗവൺമെന്റ് മുതൽ ഇന്നേ വരെ ഇത്തരത്തിൽ സാമ്പത്തിക വിവേചനത്തിനെതിരായി സുപ്രീം കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത്രമാത്രം കടുത്ത ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാറിന്റെ RSSന്റെ നിയന്ത്രണത്തിലുള്ള BJP ഗവൺമെന്റ് നടത്തുന്നു. തങ്ങളുടെ രാഷ്ട്രീയ വരുതിക്ക് നിൽക്കാത്ത BJP ഇതര ഗവൺമെന്റുകളെ ഗവർണർമാരെ ആയുധമാക്കി നടത്തുന്ന വേട്ടയാടുകൾക്ക് ഇതിനെതിരായാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ജനങ്ങളെ പറ്റിക്കാൻ കോൺഗ്രസിന് പ്രതിഷേധം പ്രതീക്ഷിക്കാമെന്നുള്ള ചോദ്യത്തിന് മറുപടി കൂടി. ശ്രീ സണ്ണിക്കുട്ടി, സ്മൃതി, പ്രതിപക്ഷം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രതിപക്ഷം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ചർച്ചയിൽ ഇനി ഒരു ചോദ്യത്തിനും മറുപടി ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ ചർച്ചയിൽ മറുപടി പറയാം. ഈ ചർച്ചയിൽ ഇനി തുടർന്ന് പങ്കെടുക്കാൻ സമയം തീർന്നു ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരവും മറ്റുള്ളവർ വെറും കാഴ്ചക്കാരും. എന്നെക്കുറിച്ച് അധിക്ഷേപാർഹമായി പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ ഒരു സമയവും സാഹചര്യവും ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരം. ശ്രീ സണ്ണിക്കുട്ടി, അധിക്ഷേപം എന്താണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിർത്തി. അല്ല, അധിക്ഷേപം എന്താണ് ഉണ്ടായത് ശ്രീ സണ്ണിക്കുട്ടി? എന്താണെന്നുള്ളത് താങ്കൾ കേട്ടതാണല്ലോ. ഞാൻ ഇത് രാമക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യയിലെ ക്ഷേത്രം പിന്നെ ഹിന്ദു ക്ഷേത്രമല്ല, BJPയുടേതും RSSൻ്റേതുമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് വന്ന മറുപടി അത് ഞാനല്ല പറഞ്ഞത്. ഇന്ത്യയിലെ 4 ശങ്കരാചാര്യന്മാർ പറഞ്ഞു ആ ക്ഷേത്രത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്.
ഇതൊക്കെ എല്ലാവർക്കും അങ്ങനെ അറിയാവുന്ന പറഞ്ഞിട്ടില്ല. കാര്യമാണ്. ഒരു ശങ്കരാചാര്യരും ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. മറുപടി പറയാൻ ഒരു പോലും ശങ്കരാചാര്യരും അവസരം കിട്ടാതെ വേണ്ട വേണ്ട നിങ്ങൾ വേണ്ട. നുണ പറയുന്നു. ആ സണ്ണിക്കുട്ടി നിങ്ങൾ നുണ പറയുന്നു. ഒരു ശങ്കരാചാര്യന്മാര് പറഞ്ഞത് എന്താ? ഒരു ഏത് ശങ്കരാചാര്യ പറഞ്ഞത് ഹിന്ദുക്കള ക്ഷേത്രമല്ലാന്ന്? ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കള ക്ഷേത്രം അല്ലാന്ന് പറഞ്ഞത്? ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കള ക്ഷേത്രം അല്ലാന്ന് പറഞ്ഞത്? നുണ പറയരുത്. നിങ്ങൾ ആരാണ് പറയാൻ ഹിന്ദുക്കള ക്ഷേത്രം അല്ലാന്ന് പറയാൻ? ഏത് ശങ്കരാചാര്യ പറഞ്ഞു ഹിന്ദുക്കളുടെ പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യരാണ് പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു സന്ദീപ്. ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല. പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു സന്ദീപ്. ഹിന്ദുക്കളുടെ പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യന്മാർ വന്നിട്ടില്ല, ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. അത് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി എന്ന് പറഞ്ഞു. ഇവിടെ സണ്ണിക്കുട്ടിയാരാന്ന് പറയാൻ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലാന്ന് പറയാൻ സണ്ണിക്കുട്ടിയാരാ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലാന്ന് പറയാൻ സണ്ണിക്കുട്ടിയാരാ? ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലാന്ന് പറയാൻ സണ്ണിക്കുട്ടിയാരാ? സണ്ണിക്കുട്ടിയെ വ്യക്തമാക്കണം. ഏത് ശങ്കരാചാര്യ പറഞ്ഞു? സന്ദീപ് ഇങ്ങനെ പറഞ്ഞു പോവല്ലേ? കേൾക്കുക സന്ദീപ് പറഞ്ഞു പോകരുത്. സണ്ണിക്കുട്ടി അഭിപ്രായം പറയാറുണ്ട്. സന്ദീപ് മറുപടി പറയാനാണ് പോകുന്നത്. സണ്ണിക്കുട്ടി എബ്രഹാം മറുപടി പറയാം. പറയട്ടെ. ക്ഷേത്രമല്ലാന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലാന്ന്? ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞോളൂ. സന്ദീപ് ഒന്നും മിണ്ടാതിരിക്കും. മറുപടി പറയാൻ അദ്ദേഹത്തിനുള്ള സമയമാണ്. ശ്രീ സണ്ണിക്കുട്ടിയാണ് പറയേണ്ടത് ഇനി. ശ്രീ സന്ദീപ് വാര്യരെ, താങ്കൾ പലരെയും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ഞാൻ കാണാറും കേൾക്കാറുണ്ട്. അത് എൻ്റെ അടുത്ത് വേണ്ട. ഇവിടുത്തെ ശങ്കരാചാര്യന്മാർ എന്തുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്? പറയൂ. സന്ദീപ് പറയൂ. പരിപാടിയിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? അല്ലല്ല, നിങ്ങൾ ന്യായീകരിക്കുന്ന സ്മൃതി. നിങ്ങൾ സണ്ണിക്കുട്ടിക്ക് ന്യായീകരിക്കാൻ വെക്കണ്ട. സണ്ണിക്കുട്ടി പറഞ്ഞത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല. ശങ്കരാചാര്യ പറഞ്ഞു. ഏത് ശങ്കരാചാര്യ പറഞ്ഞത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല? ഏത് ശങ്കരാചാര്യ ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ല? നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പിൻവലിക്കാം. ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ പിൻവലിക്കാം. ഒരു ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലെന്ന്. നിങ്ങൾ നോണ പറയുന്നു സണ്ണിക്കുട്ടി. നിങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? നിങ്ങൾ അന്ധമായി പറയാൻ പാടില്ല. സന്ദീപിന്റെ വോളിയം ഒന്ന് കുറയ്ക്കണം. അല്ല, നിങ്ങൾ എന്നെ വ്യക്തിപരമായി ശ്രീ സണ്ണിക്കുട്ടി അഭിപ്രായം പറയാനുണ്ട്. നിങ്ങളുടെ ശബ്ദം മാത്രം കേട്ടാൽ പോരാ. ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്മൃതി, ഇത് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും ക്ഷേത്രമായിരുന്നുവെങ്കിൽ ഈ 4 ശങ്കരാചാര്യന്മാരും അവിടെ വരുമായിരുന്നു, പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. അവർ അതിൽ നിന്ന് വിട്ടുനിന്ന് അത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രമായിട്ട് ഈ 4 ശങ്കരാചാര്യന്മാരെങ്കിലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ബി ജെ പി പ്രതിനിധി ഇവിടെ വന്ന് ഒച്ച വെച്ചതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങള് ഇത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലാതാവാൻ പോകുന്നില്ല. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഉരുളുന്നതൊക്കെ നിങ്ങളുണ്ടോ? വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.